ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു കാലത്ത് ഇത് ഭയങ്കര വൈറലായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം. അപ്പോൾ ഇന്ന് ആ സെയിം ബിരിയാണിയാണ് ഞാൻ കാണിക്കുന്നത്. കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും, കാരണം അസാധ്യ ടേസ്റ്റാണ് ഇതിൻ്റെ മസാലയ്ക്ക്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബിരിയാണി പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടി കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളകാലും കുഴപ്പമില്ല, അപ്പോൾ അളവ് അതിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പം മസാല നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ വെള്ളം കുറച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓയിലാണുള്ളെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ മുഴുവൻ ചേർത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ മസാല ഉണ്ടാക്കിയില്ല, ആ ബൗളിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചത് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 1/2 കപ്പ് ഏകദേശം ഉണ്ടാവും. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കുന്നത്, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് നമുക്ക് മൊത്തത്തിൽ വേവിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ടാവും, എന്നാലും മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഗ്രേവി നമ്മളിനി മുഴുവൻ വറ്റിച്ചെടുക്കില്ല, കുറച്ച് ഗ്രേവി നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് മുഴുവനായിട്ട് എടുത്ത് മാറ്റാം. ഈ ഗ്രേവി നമുക്ക് മസാലയിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ ദം ഇട്ടിട്ടുള്ളതല്ല, ഒരു നെയ്ച്ചോറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മസാലയായിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ഗ്രേവിയും പാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഫ്രൈ പാൻ എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം കുറച്ചുകൂടെ വേഗം റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഗ്യാപ്പില്ലാതെ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് വല്ലാണ്ട് കുറച്ച് ചെയ്യേണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഒന്ന് നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ 2 സൈഡും ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു വലുപ്പമുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ല ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 4 സവാള ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും, കാരണം മുമ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി അല്ല. അപ്പോൾ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി. ഞാൻ മുമ്പേ ട്രൈ ചെയ്തതാണ്, പക്ഷേ ഞാൻ വീഡിയോ ആ സമയത്ത് എല്ലാവരും ഇട്ടതുകൊണ്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ള 2 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം, അപ്പോഴത്തേക്ക് ഉള്ളി നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും. ഒട്ടും തന്നെ കടിക്കാത്ത പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്, എന്നാലേ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. തക്കാളി അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു ഇത്തിരി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. ഇപ്പോൾ നല്ലപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഒന്ന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉടച്ച് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ബിരിയാണിയിൽ ചേർക്കുന്ന പോലെയല്ല, പൊടികളൊക്കെ വ്യത്യാസമാണ്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ കൂടുതലും പൊടിമുളകാണ് നല്ലത്. അപ്പോൾ എരിവ് നിങ്ങൾ എടുക്കുന്ന മുളകിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ മാറ്റി വെച്ചിട്ടുള്ള, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് മസാല വേറെ ലെവലാവുന്നത്, കാരണം ആ ചിക്കൻ്റെ ഫ്ലേവർ മൊത്തം ഈ മസാലയിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇത്രയും പോരാ, നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ബിരിയാണി പോലെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയല്ല, കുറച്ചൊന്ന് സെമി ഗ്രേവി ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു പകുതി നാരങ്ങ, അത്യാവശ്യം വലുപ്പമുള്ള പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു പുളി ഉണ്ടാവും, എന്നാൽ ഭയങ്കരമായിട്ട് അറിയേയില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഗ്രേവി കണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഈ ഗ്രേവി നമ്മൾ ഒന്ന് തിക്കാക്കി എടുക്കും, ഒത്തിരി തിക്കാക്കിയിട്ടല്ല, എന്നാലൊരു സെമി ഗ്രേവി ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ചധികം മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, പുതിന വേണ്ട ഇതിനകത്തോട്ട്. പിന്നെ ഏകദേശം ഒരു 2 സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് തുറന്ന് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഫ്ലെയിം ഒരുപാട് കുറച്ച് ചെയ്യരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കുന്നില്ല, കാരണം ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്കാവും. അപ്പം മസാല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. നമുക്കിനി ഇത് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3-3.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ വെളിച്ചെണ്ണ നല്ല രസമാണ് ഈ നെയ്ച്ചോറിൽ ബിരിയാണിയിലൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ചേർക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതെടുത്ത് മാറ്റാം. അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് റേസിൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉണക്കമുന്തിരി. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് സവാള ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ചെയ്തെടുത്താൽ മതി, എന്നാൽ നമുക്ക് എക്സ്ട്രാ എണ്ണ വേണ്ടി വരില്ല, വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതിൽ ഞാൻ 2 സവാള ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഈ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ സവാള ഫ്രൈ ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം, നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ ബിരിയാണിയിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. എടുത്തിട്ട് നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് തണുത്ത് പോവും, ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 5-6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കോല എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ജാതിപ്പൂ, 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്ക, 4-5 ഏലക്ക എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ ഞാനൊരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ, ബിരിയാണി വെക്കുന്ന ചെറിയ അരി, നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞെടുത്ത് വെക്കണം. അരമണിക്കൂറാണ് കേട്ടോ, അരമണിക്കൂർ എന്തായാലും വെക്കാൻ, നന്നായിട്ട് നമുക്കപ്പോൾ റെഡി ആയിട്ട് കിട്ടും. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മളിതിൽ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നേരം വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, അരി പൊടിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഭയങ്കര ഈസിയാണ്, പണി ഒരുപാട് നേരമൊന്നും എടുക്കില്ല.
അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് തിളച്ച് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, കാരണം ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെള്ളം തിളപ്പിക്കുന്ന നേരത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഒന്ന് തിളച്ച് തുടങ്ങി, വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5-8 മിനിറ്റ് എടുക്കുകയുള്ളൂ വേവാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടിയിൽ ഇത്തിരി ഇപ്പോൾ വെള്ളമുള്ളൂ, അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഇളക്കിയിട്ടതിന് ശേഷം ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയ്ക്ക് പകരം ബിരിയാണി മസാല ചേർത്താലും മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറക്കാം. അപ്പോഴേക്കും നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേവ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ അഥവാ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ചാൽ മതി. ഒരുപാട് നേരം വെക്കരുത്, അടിയിൽ പിടിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ദം ബിരിയാണി ചെയ്യുന്ന പോലെ അല്ല. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഫ്രൈഡ് ഒനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് വേറെ അതുപോലെ തന്നെ മസാല വേറെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് നമുക്കിനി ചോറ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബിരിയാണി ശരിക്കും അവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. മാഞ്ഞാലി ബിരിയാണി ഞാൻ ശരിക്കും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടില്ല. കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത്, പക്ഷേ കഴിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായും നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണ്, കാരണം അതിൻ്റെ ടേസ്റ്റ് അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചിക്കൻ സെർവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കച്ചമ്പറും കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.